നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. തർക്കം തുടരുന്നു. ഒറ്റപ്പേരിലേക്ക് എത്തിയില്ല. 3 നേതാക്കളുമായും ചർച്ച നടത്തി. നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചു രാഹുൽ ഗാന്ധി. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും. പ്രവർത്തകരോട് തെരുവിലിറങ്ങരുതെന്ന നേതാക്കൾ. പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒഴിവാക്കണമെന്ന് 3 നേതാക്കളും. ഫ്ലക്സുകൾ മാറ്റി തുടങ്ങി. പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്നും നിർദ്ദേശം. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে ബംഗാളിൽ പുതുചരിത്രം. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ആദ്യ ബി.ജെ.പി. സർക്കാർ അധികാരമേറ്റു. 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എൻ.ഡി.എ മുഖ്യമന്ത്രിമാരും. ജനനായകൻ ഇനി മുഖ്യമന്ത്രി. തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ വിജയ്. കേവല ഭൂരിപക്ഷം നേടി ടി.വി.കെ. സത്യപ്രതിജ്ഞ നാളെ ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ. എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി. ഹാൻഡെ വൈറസിനെ കുറിച്ച് അടിയന്തര ആശങ്ക വേണ്ടെന്ന ഇന്ത്യൻ ആരോഗ്യ വിദഗ്ധരും സർക്കാർ ഏജൻസികളും. ക്രൂസ് കപ്പലിലുള്ള 2 ഇന്ത്യക്കാർക്ക് നിലവിൽ രോഗലക്ഷണങ്ങളില്ലെന്നും നിരീക്ഷണത്തിലാണെന്നും റിപ്പോർട്ട്. രോഗലക്ഷണം പ്രകടിപ്പിക്കാനുള്ള കാലയളവ് 6 ആഴ്ച വരെ ആയതിനാൽ കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കാൻ സമയമെടുക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. ഹോർമുസ് കടലിടുക്കിൽ സംഘർഷം തുടരുന്നു. നയതന്ത്ര നീക്കങ്ങളെ അമേരിക്ക അട്ടിമറിക്കുന്നുവെന്ന് ഇറാൻ. അമേരിക്ക ബോധപൂർവം സൈനിക പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി. ഹോർമുസിന് സമീപം ബോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 1 ഇന്ത്യക്കാരൻ മരിച്ചു. 4 പേർക്ക് പരിക്ക്. മണിക്കൂറുകൾ നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. മുഖ്യമന്ത്രി ആരെന്ന പ്രഖ്യാപനം പിന്നീടുണ്ടാകുമെന്ന് ദീപാദാസ് മുൻഷി അറിയിച്ചു. യോഗത്തിൽ അന്തിമ തീരുമാനമായില്ലെന്നും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും തീരുമാനമെടുക്കുമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ചർച്ച നടത്തിയെങ്കിലും സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല. ചർച്ചയ്ക്ക് ശേഷം 3 നേതാക്കളും കെ.പി.സി.സി. അധ്യക്ഷനും മാധ്യമങ്ങളെ കണ്ടു. നേതാക്കൾക്ക് വേണ്ടി പ്രകടനങ്ങൾ പാടില്ലെന്നും ഇത്തരം പ്രകടനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എല്ലാ ഫ്ലെക്സുകളും ഇന്ന് തന്നെ എടുത്തു മാറ്റണമെന്നും ആർക്കും അനുകൂലമായി തെരുവിൽ ഇറങ്ങരുതെന്നും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. നേതാക്കളെ ഇഷ്ടപ്പെടുന്നതിൽ തെറ്റില്ലെന്നും അത് മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിലാകരുതെന്ന് കെ.സി. വേണുഗോപാലും പറഞ്ഞു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എടുക്കുന്ന തീരുമാനം എല്ലാവരും ഐക്യകണ്ഠേന സ്വീകരിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് സണ്ണി ജോസഫും പറഞ്ഞു. വിഭാഗീയത നമ്മുടെ പാർട്ടിയിലുണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്കും അതിന് മനസ്സിന് വിഷമമുണ്ടാകും. ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരാണ്. പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പരമപ്രധാനം, ജനങ്ങളാണ് പരമപ്രധാനം. അതുകൊണ്ട് ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നിപ്പോൾ ഞങ്ങൾ നേതാക്കന്മാരായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷനും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെയും തീരുമാനത്തിനനുസരിച്ച് വ്യക്തമായിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. പാർട്ടി പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടാണ്. നേതാക്കന്മാരെ സ്നേഹിക്കാനും നേതാക്കന്മാരുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതാണ് കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ കൂടെ പറഞ്ഞത്. പക്ഷേ ഇനി മുതൽ അത് ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊരു മോശമായ ചിത്രമുണ്ടാക്കാൻ വഴിതെളിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ AICC പ്രസിഡന്റും രാഹുൽജിയും എടുക്കുന്ന തീരുമാനം എല്ലാവരും ഏകസ്വരത്തിൽ അംഗീകരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിലും UDFിലും അർപ്പിച്ച വലിയ വിശ്വാസം, ആ വിശ്വാസം സംരക്ഷിക്കണം. സീനിയോറിറ്റിയൊന്നും മുഖ്യമന്ത്രി തീരുമാനത്തിൽ ബാധകമാക്കേണ്ട കാര്യമില്ലെന്ന് കെ മുരളീധരൻ. MLA-മാരുടെ പിന്തുണയും ഘടകകക്ഷികളുടെ പിന്തുണയും തീരുമാനത്തിൽ നിർണായകമാകും. ഫ്ലക്സ് വെച്ചതുകൊണ്ടോ ജാഥ നടത്തിയതുകൊണ്ടോ ഒന്നും തീരുമാനമാകില്ല. പ്രകടനങ്ങൾ നടത്തുന്നത് ശരിയല്ല. ഫ്ലക്സിൽ തുപ്പുന്നവർ കോൺഗ്രസുകാരല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഫ്ലക്സ് വെച്ചതുകൊണ്ടോ ജാഥ നടത്തിയതുകൊണ്ടോ ഒന്നും തീരുമാനം വരില്ല. തീരുമാനം ആവേണ്ട സമയത്താവും.
അവരാരും കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ ഫ്ലക്സിൽ തുപ്പുന്നവരുടെയൊക്കെ അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗം. സീനിയോറിറ്റി ഒന്നും പാർട്ടിക്കകത്ത് പലപ്പോഴും നോക്കിയിട്ടില്ലല്ലോ. സീനിയോറിറ്റി ഒന്നും പ്രശ്നമൊന്നുമല്ല. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കണം, ഘടകകക്ഷികളുടെ അഭിപ്രായം നോക്കണം. ഇതൊരു സിംഗിൾ പാർട്ടി ഗവൺമെന്റ് അല്ല, ഇതൊരു കൊയിലീഷൻ ഗവൺമെന്റാണ്. സ്വാഭാവികമായും ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടെ ആരാകും. വിഭാഗീയ പ്രവർത്തനമാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. തെരുവിലെ കളി അവസാനിപ്പിക്കണം, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. പ്രകടനം നടത്തുന്ന ആളുകൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ സംഘടനാ മര്യാദകൾ പാലിക്കണം. കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന കേരളത്തിൽ നിരവധി വർഷക്കാലമായി ഫീൽഡുള്ള ഒരു നേതാവിൻ്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറുന്നു. അതിനകത്ത് ഉമ്മൻചാണ്ടിയും ചവിട്ടി കൂട്ടി ചുരുട്ടി എടുത്ത് ദൂരെ കളഞ്ഞു. ആ പ്രവൃത്തി ആരാണോ ചെയ്തത് അവന്മാരെ കോൺഗ്രസ് ആയി കാണാൻ പറ്റില്ല. KC വേണുഗോപാലിന്റെ ഔദാര്യം പറ്റിയ എത്രയോ ആളുകളുണ്ട്. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ CPM-നും പിണറായി വിജയനുമെതിരെ വിമർശനം. CPM പ്രവർത്തകർ വ്യാപകമായി ക്രോസ് വോട്ട് ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരമല്ല, ഭരിച്ചവരോടുള്ള വിരോധമായിരുന്നു തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത്. മുന്നണി മാറ്റ വിവാദങ്ങൾക്കിടെ റോഷി അഗസ്റ്റിന്റെയും പ്രമോദ് നാരായണന്റെയും ഫേസ്ബുക്ക് പോസ്റ്റ് ആശയക്കുഴപ്പം സൃഷ്ടിച്ചെന്നും ആരോപണമുയർന്നു. അണികൾ ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ CPM പരിശോധിക്കണമെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെക്കാൾ വോട്ട് ഷെയർ കേരള കോൺഗ്രസ് എമ്മിനാണെന്നും ജോസ് കെ മാണി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള കോൺഗ്രസ് എം മത്സരിച്ച പല മണ്ഡലങ്ങളിലും CPM പ്രവർത്തകർ ക്രോസ് വോട്ട് ചെയ്തു എന്നുള്ള ആരോപണമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ഉയർന്നത്. ഭരണവിരുദ്ധ വികാരമല്ല, ഭരിച്ചവരോടുള്ള വിരോധമായിരുന്നു തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് എന്ന് മുഖ്യമന്ത്രിക്കെതിരെ പരോക്ഷ വിമർശനവും ഉയർന്നു. വിരുദ്ധതയെ അതിജീവിക്കാൻ സ്ഥാനാർത്ഥികളുടെ ജനകീയതയ്ക്ക് പോലും കഴിഞ്ഞില്ല. വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞില്ല. മുന്നണി മാറ്റ വിവാദങ്ങൾക്കിടെ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഫേസ്ബുക്കിൽ തുടരും എന്ന് പോസ്റ്റിട്ടത് ആശയക്കുഴപ്പത്തിന് കാരണമായി എന്നും വിമർശനമുയർന്നു. ഇത് മറ്റ് MLA-മാരെയും മത്സരിച്ച സ്ഥാനാർത്ഥികളെയും പൊതുജനം സംശയിക്കുന്നതിന് കാരണമായി എന്നും ചിലർ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ തരംഗം ഉണ്ടായി എന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ജോസ് കെ മാണി മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് ലഭിക്കാൻ ചില ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായി. പോരായ്മകൾ പാർട്ടിയുടേതോ മുന്നണിയുടേതോ എന്ന് പരിശോധിക്കും. CPM-ന്റെ അണികൾ ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ അത് ഗൗരവമായി കാണേണ്ടതാണ്. അത് CPM പരിശോധിക്കണം. എല്ലാ വിഷയങ്ങളും മുഖം നോക്കാതെ ഇടതുമുന്നണിയിൽ ഉന്നയിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. അവളൊരു പരാജയം വന്നു, അതിനെ ജനവിധി മാനിക്കുന്നു. തീർച്ചയായും എന്താണ് പോരായ്മകൾ, അത് പാർട്ടിയുടെയാണോ മുന്നണിയുടെയാണോ എന്ന് പരിശോധിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങും. ഇതിനകത്ത് അണികൾ പാർട്ടി അണികൾ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയാണെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് അതെന്താണെന്നുള്ളത് CPM തന്നെ വിലയിരുത്തേണ്ടതാണ്. UDF തരംഗത്തിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തേക്കാൾ വോട്ട് ഷെയർ ലഭിച്ചത് കേരള കോൺഗ്രസ് എമ്മിനാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന പദവിയും ചിഹ്നവും അടുത്ത 6 വർഷം സുരക്ഷിതമാണ്. വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് കൂടുതൽ മധുരമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ഏതായാലും വിഭാഗീയതയും പൊട്ടിത്തെറികളുമില്ലാതെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അവസാനിച്ചു എന്നത് നേതൃത്വത്തിന് ആശ്വാസമായി. അമൃത ന്യൂസ്, കോട്ടയം. പശ്ചിമബംഗാളിൽ പുതുചരിത്രം കുറിച്ച് BJP. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പശ്ചിമബംഗാളിന്റെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബംഗാളി ഭാഷയിൽ ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে സുവേന്ദുവിനൊപ്പം ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കൃത്താനിയ, ക്ഷുദിരം തുഡു, നിഷിത് പ്രമാണിക് എന്നീ 5 മന്ത്രിമാരും ചുമതലയേറ്റു. വർഷങ്ങളോളം CPM-നും പിന്നീട് 15 വർഷം തൃണമൂലിനുമൊപ്പം നിന്ന ബംഗാളിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമാണ് ആദ്യ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കായി തിരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, നിതിൻ നബീൻ തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. യോഗി ആദിത്യനാഥ്, ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു.
ഭവാനിപൂർ ഉൾപ്പെടെ തൃണമൂൽ കോട്ടകൾ തകർത്തുകൊണ്ട് 207 സീറ്റുകൾ നേടിയായിരുന്നു ബംഗാളിൽ BJPയുടെ മികച്ച വിജയം. കൊൽക്കത്തയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സുവേന്ദു അധികാരിയെ ഐക്യകണ്ഠേന നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട്ടിൽ TVK സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് വിജയ് 120 MLA-മാരുടെ പിന്തുണയുമായി ലോക്ഭവനിലെത്തി കത്ത് ഗവർണർക്ക് കൈമാറി. N. രംഗസ്വാമിയെ പുതുച്ചേരി മുഖ്യമന്ത്രിയായും തെരഞ്ഞെടുത്തു. ഹാൻഡ വൈറസിനെ കുറിച്ച് അടിയന്തര ആശങ്ക വേണ്ടെന്ന് ഇന്ത്യൻ ആരോഗ്യ വിദഗ്ധരും സർക്കാർ ഏജൻസികളും. നെതർലൻഡ്സ് ആസ്ഥാനമായ ക്രൂസ് കപ്പലിലുള്ള 2 ഇന്ത്യക്കാർക്ക് നിലവിൽ രോഗലക്ഷണങ്ങളില്ലെന്നും ഇവർ നിരീക്ഷണത്തിലാണെന്നുമാണ് റിപ്പോർട്ട്. അതേസമയം രോഗലക്ഷണം പ്രകടിപ്പിക്കാനുള്ള കാലയളവ് 6 ആഴ്ച വരെ ആയതിനാൽ കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കാൻ സമയമെടുക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായം. ഏപ്രിൽ 1 അർജന്റീനയിലെ ഉഷുവായിൽ നിന്ന് 2 ഇന്ത്യൻ ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ സഞ്ചരിച്ച നെതർലാൻഡ് ആസ്ഥാനമായ ഓഷ്യൻ വൈഡ് എന്ന ക്രൂസ് കപ്പലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അപൂർവം ഹാൻഡ വൈറസാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കയിൽ നിൽക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ നേരത്തെയും ഹാൻഡ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ രാജ്യത്ത് അടിയന്തര ആശങ്കയൊന്നും വേണ്ട എന്നാണ് ഇന്ത്യൻ ആരോഗ്യ വിദഗ്ധരും സർക്കാർ ഏജൻസികളും പറയുന്നത്. അന്താരാഷ്ട്ര ആരോഗ്യ നിയന്ത്രണ ചാനലുകൾ വഴി പങ്കിട്ട വിവരങ്ങൾ അനുസരിച്ച് കപ്പലിലുള്ള 2 ഇന്ത്യക്കാർ നിലവിൽ രോഗലക്ഷണങ്ങളില്ലാത്തവരും നിരീക്ഷണത്തിലുമാണ്. ക്രൂസ് കപ്പലിലെ ഹാൻഡ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗം സ്ഥിരീകരിക്കുന്നതിന് മുമ്പേ യാത്ര അവസാനിപ്പിച്ചിരുന്നു. കപ്പലിൽ നിന്നും ഇറങ്ങിയ യാത്രക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കമുണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശ്രമം. കപ്പലിൽ ഉണ്ടായിരുന്ന 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരിൽ 3 പേർ മരണപ്പെട്ടിരുന്നു. രോഗലക്ഷണം പ്രകടിപ്പിക്കുവാനുള്ള കാലാവധി 6 ആഴ്ച വരെ ആയതിനാൽ കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കുവാനുള്ള സമയമെടുക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായം. കപ്പലിലുണ്ടായിരുന്ന പൗരന്മാരെ നിരീക്ഷിക്കുന്നതിനായി 12ഓളം രാജ്യങ്ങളുമായി ലോകാരോഗ്യ സംഘടന ബന്ധപ്പെടുന്നുണ്ട്. കപ്പൽ യാത്ര ആരംഭിക്കുമ്പോൾ 150 യാത്രക്കാരും 61 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇവർ 28 രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു. എന്നാൽ ഏപ്രിൽ 24-ന് UK മേൽനോട്ടത്തിലുള്ള സെന്റ് ഹെലീന ദ്വീപിൽ 32 യാത്രക്കാർ ഇറങ്ങി. കപ്പൽ അധികൃതർ വെള്ളിയാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കപ്പലിൽ ഏറ്റവും കൂടുതലുള്ളത് ഫിലിപ്പീൻസ് പൗരന്മാരാണ്. UK, US, നെതർലൻഡ്, സ്പെയിൻ, കാനഡ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും കപ്പലിലുണ്ട്. ഇന്ത്യക്കാരായ 2 ജീവനക്കാരും കപ്പലിലുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം തുടരുകയാണ്. നയതന്ത്ര നീക്കങ്ങളെ അമേരിക്ക അട്ടിമറിക്കുന്നുവെന്നാണ് ഇറാന്റെ ആക്ഷേപം. നയതന്ത്ര പരിഹാരങ്ങൾ ചർച്ചയാകുമ്പോഴെല്ലാം അമേരിക്ക ബോധപൂർവം സൈനിക പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ആരോപിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ സൈന്യം ഇറാനിയൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇറാൻ ഒരിക്കലും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിയ അറാഗ്ചി അമേരിക്കയുടേത് അവിവേകപൂർണമായ സൈനിക സാഹസികതയാണെന്നും എക്സിലൂടെ വിമർശിച്ചു. ഹോർമൂസിന് സമീപം തടികൊണ്ട് നിർമ്മിച്ച ചെറു ബോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 1 ഇന്ത്യക്കാരൻ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. 18 ഇന്ത്യക്കാരാണ് ബോട്ടിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ ഉൾപ്പെടെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്നും ആവശ്യമായ സഹായങ്ങൾ നൽകിയെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ബോട്ടിന്റെ ഉടമസ്ഥനുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി കാരണം ദുബായ് ടാക്സി കമ്പനിക്ക് വരുമാന നഷ്ടം. ഈ വർഷം ആദ്യപാദത്തിലെ വരുമാനത്തിൽ 39% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ജനുവരി-ഫെബ്രുവരി മാസങ്ങളിൽ മികച്ച വരുമാനം നേടാനായെങ്കിലും മാർച്ചിൽ ഗണ്യമായ ഇടിവുണ്ടായി. 5.7 കോടി ദിർഹമാണ് ആദ്യപാദത്തിലെ വരുമാനം. മാർച്ച് മാസത്തിൽ ട്രിപ്പുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ജനുവരിയിലും ഫെബ്രുവരിയിലെ 25% വരുമാന വളർച്ച ദുബായ് ടാക്സി കമ്പനി രേഖപ്പെടുത്തിയിരുന്നു. കുവൈറ്റിൽ വേനൽ കടുത്തതോടെ വൈദ്യുതി ഉപയോഗം ഉയർന്ന നിലയിൽ. വൈദ്യുതി തടസ്സം ഒഴിവാക്കാനായി വ്യവസായ മേഖലയിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഫാക്ടറികളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ ഇൻഡസ്ട്രി നിർദ്ദേശം പുറപ്പെടുവിച്ചു. മെയ് 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തീരുമാനം സെപ്റ്റംബർ 15 വരെയുള്ള കാലയളവിലാണ് ബാധകമാകുക. കടുത്ത ചൂടിനെ തുടർന്ന് എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ ദേശീയ വൈദ്യുതി ഗ്രിഡിന്മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയാണ് ലക്ഷ്യം. ഉച്ചസമയങ്ങളിൽ പ്രവർത്തനം നിർത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പാദന നഷ്ടം പരിഹരിക്കാൻ രാത്രികാല ഷിഫ്റ്റുകൾ വർദ്ധിപ്പിക്കാൻ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി.
കുവൈറ്റിൽ മത്സ്യബന്ധന വിനോദ ബോട്ടുകൾക്ക് നാളെ മുതൽ പ്രവർത്തനാനുമതി. ആഭ്യന്തര മന്ത്രാലയത്തിലെ കോസ്റ്റ് ഗാർഡ് വിഭാഗം ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ ഷെയ്ഖ് മുബാറക് അലി യൂസഫ് അൽ സബാഹാണ് ഇക്കാര്യം അറിയിച്ചത്. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് പ്രവർത്തനാനുമതി. കുവൈറ്റ് ഉൾക്കടൽ പ്രദേശത്ത് വിനോദ ബോട്ടുകൾ ഓടിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും ഇതിനായി സഹൽ ആപ്ലിക്കേഷൻ വഴി പരിസ്ഥിതി പബ്ലിക് അതോറിറ്റിയിൽ നിന്ന് QR കോഡ് നേടണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സഞ്ചാരികളും അംഗീകൃത ഭൂപടത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന നിയുക്ത പ്രദേശങ്ങളുടെ പരിധിയിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. കൂടാതെ എണ്ണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UAE-യിൽ വരും ദിവസങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അന്തരീക്ഷം തെളിഞ്ഞതായിരിക്കുമെങ്കിലും വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്നുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. തീരദേശ മേഖലകളിൽ 33 ഡിഗ്രി സെൽഷ്യസ് മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉൾപ്രദേശങ്ങളിൽ 37 മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും താപനില. കാറ്റിന്റെ വേഗം ചിലയിടങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെയാകാനും സാധ്യതയുണ്ട്. അടുത്ത ആഴ്ച പകുതിയോടെ താപനില വർദ്ധിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ ആഹ്ലാദം പങ്കിടുന്നതിനായി ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച വിജയാരവം വർണ്ണാഭമായി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെയും പാർട്ടിയുടെയും മിന്നും വിജയം ആഘോഷമാക്കാൻ ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജിദ്ദ ഹറാസാത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിജയാരവം പ്രവർത്തകർക്ക് അവിസ്മരണീയമായ അനുഭവമായി. ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെയുള്ള പ്രതീകാത്മക പ്രകടനം, പായസ വിതരണം, പരിപാടികൾ എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട യൂനിസിന്റെ തീപ്പന്ത പ്രകടനം കാണികളിൽ വലിയ കൗതുകമുണർത്തി. ഇതിലെ പ്രമുഖ ഗായകർ അണിനിരന്നുള്ള ഗാനമേള പരിപാടിക്ക് ആവേശം ഇരട്ടിയാക്കി. വേൾഡ് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് CK റസാഖ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ നാസർ വെളിയങ്കോട്, ഇസ്മായിൽ മുണ്ടുകുളം, ഇസാഖ് പൂണ്ടോളി, TP അബ്ദുറഹ്മാൻ, മുംതാസ് ടീച്ചർ എന്നിവർ സംസാരിച്ചു. OICC ഭാരവാഹികളായ ഹക്കീം പാറക്കൽ, ആസാദ് പേരൂർ എന്നിവർ ആശംസകൾ നേർന്നു. സുൽഫിഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. സാൽമിയ ബ്ലോക്ക് 3-ൽ പ്രവർത്തിക്കുന്ന മെട്രോ മെഡിക്കൽ കെയർ ക്ലിനിക്കിൽ നടന്ന ക്യാമ്പിൽ 350-ലേറെ വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ വിവിധ ആളുകൾ പ്രയോജനപ്പെടുത്തി. ഡോക്ടർമാരുടെ സേവനത്തിനു പുറമെ വിവിധ ലാബ് പരിശോധനകളും കുറഞ്ഞ നിരക്കിലുള്ള പാക്കേജുകളും ക്യാമ്പിന്റെ ഭാഗമായിരുന്നു. പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സംഘടിപ്പിച്ച ക്യാമ്പിൽ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഫോക് പ്രസിഡന്റ് എൽദോ ബാബു ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഫോക് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രണീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെട്രോ മെഡിക്കൽ കോപ്പറേറ്റീവ് മാനേജർ ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. അനിൽ കേളോത്ത്, ഓമനക്കുട്ടൻ, ഫൈസൽ ഹംസ, ശരണ്യ പ്രിയേഷ്, ലിറ്റി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സൂരജ് നന്ദിയും പറഞ്ഞു. നിയമവിരുദ്ധമായി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനും അനധികൃതമായി മക്കയിൽ താമസിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച വ്യാജ ഇഖാമകളും ഹജ്ജ് നുസൂഖ് കാർഡുകളും ഹജ്ജ് ബ്രേസ്ലെറ്റുകളും നിർമ്മിച്ച് വിതരണം ചെയ്ത 18 പേരെ മക്ക പോലീസ് അറസ്റ്റ് ചെയ്തു. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യക്കാരാണ് അറസ്റ്റിലായത്. നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച് നിയമലംഘകരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യപ്രതിക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. മുഖ്യപ്രതി കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബിനായാണ് ലുക്കൌട്ട് സർക്കുലർ. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ് തട്ടിപ്പ് നടന്നത്. കേസിൽ വിശദമായ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിക്കും. വ്യക്തികളുടെ പേരിൽ വ്യാജരേഖ ചമച്ച് അവയവദാന തട്ടിപ്പ് നടത്തിയ കേസിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. MP, MLA-മാർ, ജഡ്ജിമാർ എന്നിവരുടെ പേരിൽ പ്രതികൾ വ്യാജരേഖകൾ നിർമ്മിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 3 പേരെ കഴിഞ്ഞ ദിവസം എറണാകുളം റൂറൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. സണ്ണി വർഗീസ്, ഇയാളുടെ ഭാര്യ സിനി വർഗീസ്, സനോജ് എന്നിവരാണ് എറണാകുളത്ത് പിടിയിലായത്. അവയവ കച്ചവടത്തിന് വ്യാജരേഖ തയ്യാറാക്കിയെന്ന കേസിലാണ് അറസ്റ്റ്. പള്ളിക്കരയിലെ സൺ കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനാണ് സണ്ണി വർഗീസും സിനിയും. പള്ളിക്കരയിലെ സൈൻ HD സ്റ്റുഡിയോയിൽ നടത്തിയ പരിശോധനയിലാണ് ഇവിടുത്തെ ജീവനക്കാരനായ സനോജിനെ അറസ്റ്റ് ചെയ്തത്.
കേസിലെ മുഖ്യപ്രതി കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബിനായി ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കി. കല്ലത്രസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിലാണ് അവയവദാന തട്ടിപ്പ് നടന്നിരുന്നത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അറിവോടെയാണോ അവയവ കച്ചവട സംഘം ഒപ്പും സീലും ഉപയോഗിച്ചതെന്നതിലാണ് പരിശോധന. കഴിഞ്ഞ ഒക്ടോബറിൽ ആശുപത്രിയിൽ വെച്ച് വടക്കേക്കര സ്വദേശി അവയവദാനം നടത്തിയിരുന്നു. ഈ അവയവദാതാവിനെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.